നമസ്കാരം. മുടികൊഴിച്ചിൽ. ഹോ, ഇത് നമ്മളിൽ പലരെയും എപ്പോഴെങ്കിലുമൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലേ? പക്ഷേ ആയുർവേദം പറയുന്നത് ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ശരീരത്തിലെ പിത്തം കൂടുന്നതാണെന്നാണ്. അപ്പോ എന്താണ് ഈ പിത്തം? അതെങ്ങനെയാണ് നമ്മുടെ മുടിയെ ബാധിക്കുന്നത്? പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് തല തണുപ്പിച്ച് ഈ മുടികൊഴിച്ചിൽ എങ്ങനെ പിടിച്ചു നിർത്താം? വാ, നമുക്ക് നോക്കാം. അപ്പോ നിങ്ങളുടെ കാര്യം എന്താ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയുടെ നിറയെ മുടി, അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് തൂർത്തുമ്പോഴും ചീപ്പുമ്പോഴും ഒക്കെ ഇങ്ങനെ കൈ നിറയെ വരുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നാറില്ലേ? സാരമില്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല ട്ടോ. ഇത് ശരിക്കും ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ യഥാർത്ഥ കാരണം? ആയുർവേദം പറയുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ ഉത്തരം പുറത്തല്ല, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ പിത്തദോഷം അതെന്താണ് സംഭവം? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു എഞ്ചിനാണെന്ന് വിചാരിക്കുക. ആ എഞ്ചിൻ ഓവർഹീറ്റായാൽ എന്ത് സംഭവിക്കും? അതിന്റെ പെർഫോമൻസ് കുറയും, അല്ലേ? അതുപോലെ തന്നെയാണ് ശരീരത്തിലെ ചൂട്, അതായത് പിത്തം വല്ലാതെ കൂടുമ്പോൾ അത് നേരെ പോയി ബാധിക്കുന്നത് നമ്മുടെ മുടിയുടെ വേരുകളെയാണ്. ഇതാണ് ആയുർവേദത്തിലെ ബേസിക് ഐഡിയ. പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു തരം ഫയർ എനർജിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനും അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാനും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നിർത്താനുമൊക്കെ ഈ പിത്തം വേണം. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, പിത്തം ഒരു വില്ലനല്ല. അത് കറക്റ്റ് അളവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം ഒരു കുഴപ്പവുമില്ലാതെ അടിപൊളിയായിട്ട് പ്രവർത്തിക്കും. നോക്കൂ, പിത്തം ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നല്ല ആരോഗ്യമുള്ള മുടി, തിളങ്ങുന്ന ചർമ്മം, ദഹനത്തിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ പിത്തം കൂടിയാലോ? അതാണ് പ്രശ്നം. മുടി കൊഴിയാൻ തുടങ്ങും, നേർത്തുപോകും, പിന്നെ വയറ്റിൽ അസിഡിറ്റി, ദഹനക്കേട്, ചിലർക്ക് സ്കിന്നിൽ റാഷസ് വരും. എന്തിനധികം പറയുന്നു, വെറുതെ ദേഷ്യം വരുന്നതുപോലും പിത്തം കൂടുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ കാര്യം പിടികിട്ടിയില്ലേ? ഈ പിത്തത്തിനെ അതിന്റെ ലെവലിൽ നിർത്തുക, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പം പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ സൊല്യൂഷനിലേക്ക് കടക്കാല്ലേ? ഈ കൂടിയ പിത്തത്തിനെ എങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യാം, നമ്മുടെ ശരീരം എങ്ങനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. റെഡിയല്ലേ? ശരീരം തണുപ്പിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? നമ്മുടെ ഭക്ഷണത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നെല്ലിക്ക, വെള്ളരിക്ക, പിന്നെ നമ്മുടെ സ്വന്തം മോര്, ഇളനീർ, ഇതൊക്കെ ശരീരത്തിന് നാച്ചുറലായിട്ട് തണുപ്പ് തരുന്ന കാര്യങ്ങളാണ്. ഇവയെല്ലാം നിങ്ങളെ ഡയറ്റിൽ ദിവസവും ഉൾപ്പെടുത്താനൊന്ന് ശ്രമിച്ചു നോക്കൂ. പിത്തം കുറയ്ക്കാൻ ഇത് ശരിക്കും സഹായിക്കും. ഇനി കഴിക്കേണ്ടതുപോലെ തന്നെ പ്രധാനമാണ് ഒഴിവാക്കേണ്ട കാര്യങ്ങളും. ചില ഭക്ഷണങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിലെ ചൂട് കൂട്ടും, അതായത് പിത്തം വർദ്ധിപ്പിക്കും. ഏതൊക്കെയാണെന്നല്ലേ? ഒരുപാട് എരിവുള്ളതും പുളിയുള്ളതും പിന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ. ഇതൊക്കെ പിത്തത്തിനെ അങ്ങ് കൂട്ടിവിടും. നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണങ്ങൾ കുറച്ചുകാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്തി നോക്കൂ. ഉറപ്പായും നല്ലൊരു മാറ്റം കാണാൻ പറ്റും. ഇനി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു പ്രത്യേക സ്റ്റാർ പദവി തന്നെയുണ്ട്. അത് നമ്മുടെ നെല്ലിക്കയാണ്. നെല്ലിക്ക ശരീരം തണുപ്പിക്കാൻ ബെസ്റ്റാണ്. അതുമാത്രമല്ല, ഇത് വിറ്റാമിൻ സിയുടെ ഒരു പവർ ഹൗസാണ്. അതുകൊണ്ട് തന്നെ മുടിയുടെ വേരുകൾക്ക് നല്ല ബലം കൊടുക്കാനും അകാല നര വരുന്നത് തടയാനുമൊക്കെ ഇത് സഹായിക്കും. ശരിക്കും ഒരു സൂപ്പർ ഫുഡ്. ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? പോരാ, നമ്മുടെ ജീവിതശൈലിയും വളരെ പ്രധാനമാണ്. നല്ല ഉറക്കം, അതായത് ഒരു 7-8 മണിക്കൂർ ഉറങ്ങുന്നത് പിത്തം കുറയ്ക്കാൻ വളരെ അത്യാവശ്യമാണ്. പിന്നെ സ്ട്രെസ്, ടെൻഷൻ കൂടുമ്പോഴും പിത്തം കൂടും. അപ്പോ മെഡിറ്റേഷനോ ചെറിയ വ്യായാമങ്ങളോ ഒക്കെ ചെയ്ത് സ്ട്രെസ് കുറയ്ക്കാൻ നോക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ പിത്തത്തിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ചെറിയ പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ മുടിയുടെ ആരോഗ്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടിയാണ്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുത്താലോ? മുടി കൊഴിച്ചിലിന്റെ ഒരു പ്രധാന കാരണം ശരീരത്തിലെ ചൂട്, അതായത് പിത്തം കൂടുന്നതാകാം. പക്ഷേ ഏറ്റവും നല്ല വാർത്ത എന്താണെന്നാൽ, ശരിയായ ഭക്ഷണത്തിലൂടെയും നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെയും നമുക്കിത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു 3 പോയിന്റ് ആക്ഷൻ പ്ലാനായിട്ട് പറയാം. സിമ്പിളാണ്. 1. കൂൾ ഡൗൺ, അതായത് ശരീരം തണുപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. 2. കട്ട് ബാക്ക്, ശരീരത്തിൽ ചൂട് കൂട്ടുന്നവ കുറയ്ക്കുക. 3. കാം ഡൗൺ, നല്ല ഉറക്കത്തിനും സ്ട്രെസ് കുറയ്ക്കാനും സമയം കണ്ടെത്തുക. ഈ 3 കാര്യങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായും ഒരു വലിയ മാറ്റം കാണാൻ സാധിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞതിനെല്ലാം കൂടി ഒരൊറ്റ വരിയിൽ ഇങ്ങനെ പറയാം: തണുത്ത തലയും ശാന്തമായ മനസ്സുമാണ് ആരോഗ്യമുള്ള മുടിയുടെ അടിസ്ഥാനം. അതായത് പിത്തം കൺട്രോൾ ചെയ്ത് ശരീരത്തിന് തണുപ്പു നൽകുക, മനസ്സ് ശാന്തമാക്കുക. ഇത് രണ്ടും ചെയ്താൽ
മുടിയുടെ ആരോഗ്യം ഓട്ടോമാറ്റിക്കായി മെച്ചപ്പെട്ടോളും. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ റെഡിയാണോ? ഓർക്കുക, നമ്മുടെ ശരീരം പറയുന്നത് നമ്മൾ കേൾക്കണം, അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ ആരോഗ്യം അത് നമ്മുടെ കയ്യിലാണ്.